ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സൗഭാഗ്യ വെങ്കടേഷിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ സൗഭാഗ്യ വെങ്കടേഷ് അതായത് വണ്ണമൊക്കെ കുറച്ച്, അതായത് ശരീരത്തിലെ ഫാറ്റ് ഒക്കെ കുറച്ച് നന്നായിട്ട് മെലിഞ്ഞിരിക്കുകയാണ്. അവരെന്തോ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടാണ് ഇവരിത് കരസ്ഥമാക്കിയിരിക്കുന്നത് നമുക്ക് പറയേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ണമുള്ളവർ വണ്ണം കുറയ്ക്കുക എന്ന് പറയുന്നത് ശരിക്കും അത് വലിയൊരു ടാസ്ക് തന്നെയാണല്ലേ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ഈ സൗഭാഗ്യ വെങ്കടേഷിലോട്ട് വരാൻ നേരത്ത് സൗഭാഗ്യ വെങ്കടേഷ് എന്ന് പറയുന്ന ഇവര് സൊസൈറ്റിയിൽ അവർക്കൊരു വിലയും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ ഇവരുടെ അമ്മ എന്താണ് താര കല്യാൺ, അതുപോലെ തന്നെ അച്ഛൻ, ഇവരെന്ന് പറയാൻ വളരെയധികം മാന്യമായ ഒരു കുടുംബമാണ്. അതായത് യാതൊരുവിധ ചീത്തപ്പേരോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാതെ, ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാതെയൊക്കെ തന്നെ അത്യാവശ്യം നല്ല നിലവാരത്തിൽ പോകുന്ന ഒരു കുടുംബമാണ്. പിന്നെ അതിന്റെ അച്ഛനാണെങ്കിലും എന്താ പറയാ, ഒരു നല്ലൊരു ഫാമിലി. നമുക്ക് അവരുടെ ഫാമിലിയെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഈവൻ സൗഭാഗ്യൻ എടുത്താലും ഇവരൊരു സെലിബ്രിറ്റി ആണെങ്കിൽ പോലും പക്ഷെ അതിന്റേതായ ഒരു താരജാടയോ അങ്ങനെ ഒന്നും തന്നെ സൗഭാഗ്യമില്ല. കാരണം നമ്മൾ അവരുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക്, അതായത് എനിക്ക് എന്താ ഫീൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സെർവൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ പോലും ആ പെൺകുട്ടി അവിടെ എല്ലാം എന്ന് വെച്ചാൽ ഒരു വ്ളോഗിന് വേണ്ടിയിട്ടല്ല ആ കുട്ടി ചെയ്യുന്നത്. ഈ പറയുന്ന സൗഭാഗ്യം ചെയ്യുന്നത്, ആ കുട്ടി അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, ആ കുട്ടി ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ കുട്ടിക്ക് ഇതിനെ കുറിച്ചൊക്കെ നല്ലൊരു ഐഡിയ ഉണ്ടെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ആ കുട്ടി അത് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്കത് മനസ്സിലാവും. അപ്പൊ എനിക്കാണെങ്കിലും ഈ സൗഭാഗ്യന് ഒത്തിരി പേര് ബോഡി ഷെയിം ചെയ്തിട്ട് കാണുമ്പോൾ നമുക്ക് ശരിക്കും സങ്കടം വന്നിട്ടുണ്ട്. അപ്പൊ അതിന് ഇവര് പ്രതികരിച്ചിട്ടുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് ആദ്യം തന്നെ കണ്ടു. സൗഭാഗ്യയുടെ ശരീരത്തെ ശരിക്കും ഭയങ്കര നെഗറ്റീവായിട്ടാണ് മരേൻ്റെ അത് മൊത്തം അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വിഷമം ചില സമയത്ത് വിഷമം വരും, ചില സമയത്ത് ദേഷ്യം വരും. ഇത് സോഷ്യൽ മീഡിയ ആണ്, ഒന്നും ചെയ്യാൻ പറ്റൂല. നമ്മൾ എത്രയെന്ന് പറഞ്ഞാൽ നമ്മൾ കേസ് കൊടുക്കും. ചിലത് നമ്മളിപ്പം ഇതിനകത്തൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറവന്മാര് ഞരമ്പുകൾ ഇതിനകത്തുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. സൗഭാഗ്യം എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഒരുപാട് ബോഡി ഷേമിങ് ഈ പെൺകുട്ടിയുടെ ശരീരത്തിനെ സംബന്ധിച്ചിട്ട് ഈ കുട്ടി കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അതിനുള്ള ഉത്തരമാണ് ഇവർ പറയുന്നത്. ചിലതൊക്കെ മൈൻഡ് ചെയ്യാതെ വിടുക എന്നൊക്കെ പറഞ്ഞത്. പിന്നീട് ഇവര് പിന്നെ ഓൾറെഡി ഇവര് ട്രീറ്റ്മെന്റ് എടുക്കാൻ പോകുന്നു, ഗ്ലൂട്ടത്തോൺ അങ്ങനെയുള്ള പല ട്രീറ്റ്മെന്റും. പിന്നെ അതുകൂടാതെ ഇവര് വെയിറ്റ് ലോസിനുള്ള ഒരു ട്രീറ്റ്മെന്റ് കൂടി എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ കാര്യം വെച്ചാൽ ഇവര് തന്നെ പറയുന്നുണ്ട്, മറ്റുള്ളവർ പറയുന്നത് മാത്രമല്ല, ഇവർക്ക് തന്നെ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ബോഡിയിൽ വരുവാണെന്ന്, ഈ ഒബീസിറ്റി കാരണം കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ വരുവാണെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവർ തന്നെ ഒരു ഡോക്ടറിനെ പോയി കൺസൾട്ട് ചെയ്തിട്ട് അവർ തന്നെ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്താണ് ഇപ്പൊ തോന്നുന്നത്? എക്സൈറ്റഡ് ആണോ? വളരെയധികം. ആനന്ദാശ്രു കണ്ടില്ലേ, ഇത്ര വർഷത്തെ ബോഡി ഷേവിംഗ് ആണ് തീരാൻ പോകുന്നുള്ള. ഇതിൽ കുറച്ച് ഇവരെ പറഞ്ഞിട്ട് ഇപ്പൊ കാര്യമില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മളാണെങ്കിലും ഒരുപാട് ഇങ്ങനെ കേട്ടാലും ഇതിന് ആരാണെങ്കിലും എന്താ പറയണത്, കേട്ട് അവർക്കാണെങ്കിൽ ഫുൾ നെഗറ്റീവായിട്ട് കുറെയൊക്കെ നമ്മള് എന്താണ് പോട്ടെ എന്ന് വെച്ചാലും കുറച്ച് കഴിയുമ്പോഴത്തേനും അത് നമ്മളിലോട്ട് തന്നെ അത് കയറി തുടങ്ങും, നമ്മുടെ ഉള്ളിലോട്ട് തന്നെ കയറി തുടങ്ങുമായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോയതാന്ന് നമുക്ക് പറയാം. അത് കഴിഞ്ഞിട്ട് ഇവര് ബോഡി വെയിറ്റ് കുറച്ചു. പിന്നെ ഇപ്പൊ ഈ കുറച്ച് ദിവസമായിട്ട്, 2-3 ഡേയ്സ് ആയിട്ട് ഫുൾ ട്രെൻഡിങ് ആയിട്ട് പോകുന്നത് ഈ പറയുന്ന സൗഭാഗ്യം തന്നെയാണ്. സൗഭാഗ്യയുടെ വെയിറ്റ് ലോസ്. കാരണം ഇത്രയും വിമർശനങ്ങൾ ബോഡീനെ കുറിച്ച് ഏറ്റുവാങ്ങിയിട്ട് ഒരാൾ തന്നെയാണ് ഈ സൗഭാഗ്യ വെങ്കടേഷ് എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് സൗഭാഗ്യയുടെ വെയിറ്റ് കുറച്ചതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതുകൂടി നമുക്കൊന്ന് കണ്ടു. എത്ര വെയിറ്റ് കുറഞ്ഞാണ്? ഞാനാ 16 കിലോ. എത്ര മാസം എടുത്തിട്ടായിരുന്നു? 3 months. അർജുൻ ചേട്ടൻ ജോയിൻ ചെയ്തോ ഇതിലോ? അങ്ങനെ അത് എല്ലാവർക്കും ഒന്നും എടുക്കാൻ പറ്റില്ല. അത് എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ നോക്കി അപ്രൂവ് ചെയ്തിട്ട് അങ്ങനെയുള്ളവർക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ അതിന് റൈറ്റ് കാൻഡിഡേറ്റ് ആയിരുന്നു. അർജുൻ ചേട്ടൻ ഇപ്പോൾ കറന്റ് അല്ല. ഇത് കുറേ ബ്ലഡ് വാല്യൂസ് ഒക്കെ നമുക്ക് കറക്റ്റ് ആക്കാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും അത് എടുക്കും. പക്ഷെ അത് ആ ഡോക്ടർ പറയും, എൻഡോക്രൈനോളജിസ്റ്റ് പറയുമ്പോഴേ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഇവർ ഇതിനകത്ത് പറയണമെന്ന് വെച്ചാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ ബോഡിക്ക് അത് ഓക്കെ ആയതുകൊണ്ടാണ് ഇവരൊരു ഡോക്ടറിനെ കണ്ടിട്ട്, എൻഡോക്രൈനിസ്റ്റിനൊക്കെ കണ്ടിട്ടാണ് ഇവർ ഈ ട്രീറ്റ്മെന്റ് എടുത്തതെന്നാണ് ഇവർ പറയുന്നത്. എല്ലാവർക്കും സ്യൂട്ടബിൾ അല്ല, ചിലർക്ക് സ്യൂട്ടബിൾ ആവും, ചിലർക്ക് സ്യൂട്ടബിൾ ആവില്ല എന്നൊക്കെ രീതിയിലാണ് പറയുന്നത്. അവരതൊരു ജസ്റ്റ് ഒരു മെസ്സേജ് പോലെ നമുക്ക്, ഒരു ഇൻഫർമേഷൻ പോലെ നമുക്ക് തരികയാണ് ചെയ്യുന്നത്. നമുക്കൊരു പൊതുവേ ഉള്ളൊരു സ്വഭാവമാണ് ഇപ്പൊ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ഒരു വണ്ണമുള്ള ആള് വണ്ണം കുറയ്ക്കുക അങ്ങനെ ഒരു രീതിയിൽ ഒക്കെ വരുവാണെങ്കിൽ അത് മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു ത്വര അത് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. ഒരു മനുഷ്യ സഹജമാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ. അപ്പൊ അതേപോലെ തന്നെ ഒരു സംഭവം കൂടി നമ്മുടെ ഈ പറയുന്ന ഈ സൗഭാഗ്യ ഇത് നമുക്ക് ഇതിലൂടെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവരത് പറയുന്നത് എന്താ പറയണത്, ഇതൊരു ഒരു ബൊട്ടിക്കിന്റെ ഒരു പ്രൊമോഷൻ രീതിയിലാണ് ഇവർ പറയുന്നത്. അതായത് അവർക്കൊരു ഇവന്റിന് പങ്കെടുക്കാനുണ്ടായിരുന്നു. തലേ ദിവസം കൊണ്ട് ഒരു ബ്ലൗസ് പീസ് കൊണ്ട് കൊടുക്കുന്നു. പെട്ടെന്ന് തന്നെ ഒരു ചേച്ചി അത് റെഡിയാക്കി തരുന്നു. അപ്പൊ അത് അത്രയും നല്ല സൂപ്പർ ആയിട്ട് ആ ചേച്ചി റെഡിയാക്കി തന്നിട്ടുണ്ട്. പിന്നെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി എപ്പോഴും കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. പുള്ളിക്കാരുടെ ബ്ലൗസും പുള്ളിക്കാരുടെ ക്ലോത്ത്സ് എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്ന അവിടെ ആയിട്ടാണ് പുള്ളിക്കാരി ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ആ സംഭവം ഒന്ന് കേട്ടു നോക്കാം. Trust me guys, this is the final out guys. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടു. ഇത് ആരെങ്കിലും പറയോ ഇതൊരു 1 hour എടുത്തിട്ടാണ് ഉമ്മച്ചേച്ചി ചെയ്തേക്കുന്നതെന്നുള്ളത്? I really appreciate her talent.
അതായത് വണ്ണം കുറഞ്ഞ് ഒന്ന് മെലിഞ്ഞ് സുന്ദരിയൊക്കെ ആകുമ്പോഴത്തേക്കും അത് മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു ഇത് അതാണ് ഇവിടെ ശരിക്കും സംഭവിച്ചിരിക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലൗസ് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും അത് എന്താ ആ കുട്ടിയുടെ ബോഡിയിൽ ഓരോ പാർട്സ് ആയിട്ട് എടുത്ത് കാണിച്ച് ഇങ്ങനെ സൈഡിലൊക്കെ കാണിച്ച് അങ്ങനെ തൊട്ട് കാണിച്ച് അത്രയും ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് എന്ന് അവർ പറയണതാണ്. പക്ഷെ ഇതിൽ കൂടി നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാതെ ഇത്രയും ഫാറ്റി ആയിട്ടിരുന്ന ഒരു ആള് വണ്ണം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അതിന്റെ ഒരു പുള്ളിക്കാരുടെ ഒരു സന്തോഷം അപ്പൊ നാട്ടുകാരെയും കൂടി കാണിക്കും. ഈ സാരി എന്ന് പറയാൻ നേരത്ത് നമുക്കത് നല്ല രീതിയിൽ ഉടുക്കാം, അതൊരു എല്ലാവരും കാണുന്ന രീതിയിൽ, അതായത് ഇത്തിരി എക്സ്പോസിംഗ് ആയിട്ടുള്ള രീതിയിലും ഉടുക്കാൻ പറ്റിയ ഒരു വസ്ത്രമാണ് അല്ലെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മിക്ക വസ്ത്രവും അങ്ങനെ തന്നെ, അത് ഏതൊരു വസ്ത്രവും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാരി ഇപ്പൊ ഈ കഴിഞ്ഞിടക്ക് ഒരു എന്താണ് ഇപ്പൊ ചില സ്ത്രീകൾ സാരി ഉടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ കാരണം വെച്ചാൽ ഒരു ശരീരത്തിന്റെ ഒരു ഭാഗം പോലും കാണിക്കാതെ അത്രയും കവർ ചെയ്തിട്ട് അത്രയും ഭംഗിയോടെ നല്ല അഴകോടെ ഉടുക്കുന്ന സാരി ഉടുത്തു വരുന്ന സ്ത്രീകളുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോക്കി നിന്ന് പോകും. പക്ഷെ ചില ആൾക്കാർ, അതായത് ഇപ്പോഴത്തെ തലമുറയിലുള്ള ആൾക്കാരാണെങ്കിലും അതായത് എക്സ്പോസിങ് ചെയ്താലേ ആൾക്കാർ ശ്രദ്ധിക്കുള്ളൂ. അത് നമ്മുടെ ബോഡി ഒന്ന് മറ്റുള്ളവരെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി റീച്ച് കിട്ടും. അങ്ങനെയാണ് ഇന്നത്തെ പെൺകുട്ടികളുടെ ഒരു ധാരണ എന്ന് പറയുന്നത്. അതായത് ബോഡി എത്രയും മറ്റുള്ളവരെ എക്സ്പോസ് ചെയ്യാൻ പറ്റുന്നു അത്രയും എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഭംഗി കൂടും. അത് തന്നെയാണ് എല്ലാവരും ഒരു വിശ്വാസം. നാലാൾ നമ്മളൊന്ന് പ്രത്യേകം ഒന്ന് നോക്കുമെന്നൊരു രീതിയുണ്ട് ഇപ്പോഴത്തെ ഒരു പെൺകുട്ടികളുടെ ഒരു രീതിയാണത്. അപ്പൊ പെൺകുട്ടികളെ എല്ലാവരും ഇപ്പൊ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് ഒരു സാരി ഉടുക്കാൻ നേരത്തെ അവരുടെ ബ്ലൗസിന്റെ പാതി ഭാഗം പുറത്തായിരിക്കും. ശ്രദ്ധിച്ച് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇവർക്ക് ഇങ്ങനെ സാരി ഉടുക്കുന്നത് ഇങ്ങനെ ഉടുത്തിട്ട് അതിനകത്ത് എന്ത് ഭംഗിയാണ് എക്സ്ട്രാ കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ നമ്മൾ ഈ ഒരു സാരി അതിൻ്റെതായ അഴകില് അതിൻ്റെതായ രീതിയിലൊക്കെ ഉടുത്ത് വരാൻ നേരത്തെ എന്തൊരു ഭംഗിയെ കാണാനായിട്ട് അല്ല. എനിക്ക് ഞാൻ അങ്ങനെ ഒരു വിശ്വസിക്കുന്ന ഒരു ആളാട്ടോ. അതായത് സാരി ഉടുക്കുമ്പോഴത്തേനും നമ്മുടെ ബ്ലൗസിന്റെ പാതി ഭാഗം പുറത്തും പാതി ഭാഗം മാത്രം മറിച്ചും അങ്ങനെയാണ്. അതായത് ഇപ്പൊ അതിന്റെ മുന്താണി ഭാഗം എന്ന് പറഞ്ഞാൽ ആരും ഇങ്ങോട്ട് ചേർത്ത് വെക്കത്തില്ല, അത് എടുത്തോണ്ട് വേണ്ടത് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇടും. അതാണ് ഇപ്പോഴത്തെ ഒരു ഫാഷൻ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നതാണ് ഫാഷൻ. സാധാരണ പണ്ടൊക്കെ ഈ സാരി ആണെങ്കിലും ചുരിദാർ ആണെങ്കിലും എല്ലാവരും അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ശരീരം മറയ്ക്കാം എന്ന രീതിയിൽ. എന്ന് പറഞ്ഞാൽ നമ്മള് ചുരിദാർ ഒരു എന്താ പറയണത് ഷാളില്ലാതെ ഉപയോഗിക്കുന്നു, അതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷെ ഇപ്പോഴത്തെ സാരി ഉടുക്കുന്നതെന്ന് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ എങ്ങനെയെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമെങ്കിൽ കണ്ടോട്ടെ, അതുവഴി സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് കാണാൻ പറ്റുമെങ്കിൽ കണ്ടോട്ടെ, അതുവഴി അങ്ങോട്ട് എക്സ്പോസ് ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് മറ്റുള്ളവരിലോട്ട് ശ്രദ്ധ പിടിച്ച് പറ്റാൻ പറ്റും. ഈ കഴിഞ്ഞിടക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു നീലൂട്ടി എന്ന് പറഞ്ഞ ഒരു വ്ളോഗർ ഉണ്ട്. ആ പെൺകുട്ടി അവരുടെയൊക്കെ പണ്ടെന്നൊക്കെ പറയുന്നത് പട്ടുപാവട അങ്ങനെയുള്ള നല്ല നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടുള്ള ഡ്രസ്സിംഗ് ഒക്കെ ആയിരുന്നേ. ഇപ്പൊ എന്ന് പറയാൻ നേരത്ത് അതായത് കുറച്ചും കൂടി ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഇപ്പൊ പെൺകുട്ടികളുടെ വസ്ത്രം എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഫുള്ള് എന്താണ് നമ്മുടെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ, അതായത് നമുക്കൊരു ക്യാമറയ്ക്ക് ഫോക്കസ് കിട്ടുന്ന രീതിയിലുണ്ടല്ലോ അപ്പൊ ആ രീതിയിലുള്ള വസ്ത്രധാരണയൊക്കെയാണ് ഞാൻ ഇപ്പൊ അവരുടെ ചാനൽ കൂടുതലും കാണാം. കാരണം അവർ കൂടുതലും ചെയ്യുന്നത് ഈ ഡാൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഇത്രയും ഭാഗം അങ്ങോട്ട് പ്രത്യേകം എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ, പിന്നെ എല്ലാവരും എടുത്ത് കാണുന്ന രീതിയിൽ ഡ്രസ്സിങ് ചെയ്യുക. പിന്നെ അതുപോലെ അത് അവരുടെ ചാനൽ നിങ്ങളൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതായത് ഇപ്പോഴത്തെ എന്ന് പറയുമ്പോൾ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ആൾ ശ്രദ്ധിക്കും. പക്ഷെ സൗഭാഗ്യനെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ അല്ലട്ടോ പറഞ്ഞത്. സൗഭാഗ്യനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ വണ്ണം കുറിച്ചു അത് എല്ലാവരും ഒന്ന് കാണിക്കണം എന്നൊരു രീതിയിലാണ്. പക്ഷെ സൗഭാഗ്യയുടെ ഫാമിലിയുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, അതായത് നമ്മളൊക്കെ പണ്ട് മുതൽ ഞാൻ ഇവരുടെ ടിക്ടോക്കും അവരുടെ വീഡിയോസ് ഒക്കെ, അതായത് ഇവർ അഭിനയിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതിനകത്തൊക്കെ പറഞ്ഞാൽ സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാലന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി. കാരണം ചിലതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതേപോലത്തെ ക്യാരക്ടറൊക്കെ അത്ര സൂപ്പറായിട്ട് പുള്ളിക്കാരി റീലൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ടുവരുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. പക്ഷെ സൗഭാഗ്യം നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചില്ല. അത് മാത്രമേ ഞാൻ ഇതിന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് ഉദ്ദേശിച്ചത് ഇത്ര മാത്രം. സൗഭാഗ്യയെ പോലുള്ള ഒരു വ്യക്തി ഇതുപോലെ വന്നിട്ട്, കാരണം ഈ അടിപ്പാവടയും ഈ ബ്ലൗസൊക്കെ ഇട്ടിട്ട് ഇത്ര എക്സ്പോസ് ചെയ്ത രീതിയിൽ വന്നിട്ട് നമ്മളെ കാണിക്കേണ്ട കാര്യമില്ല. കാരണം സൗഭാഗ്യക്ക് ഓൾറെഡി വണ്ണം കുറഞ്ഞു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ സൗഭാഗ്യം നമ്മൾ ഇങ്ങനെയുള്ള എക്സ്പെക്ടേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ.